സുപ്രീം കോടതിയിൽ നിന്നും താൽക്കാലിക ആശ്വാസം ലഭിച്ചതോടെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ തയ്യാറെടുക്കുകയാണ് നടൻ സിദ്ദിഖ്. പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ച സിദ്ദിഖിന് ഉടൻ നോട്ടീസ് നൽകുമെന്നാണ് വിവരം. ഇത് ലഭിച്ചാൽ ഉടൻ സിദ്ദിഖ് ഹാജരായേക്കും. വിവരങ്ങളുമായി ഉമേഷ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ഉമേഷ്, ഈ രണ്ടാഴ്ചത്തെ ഒരു അറസ്റ്റ് തടയൽ സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ച സാഹചര്യത്തിലാണോ ഇത്തരം നീക്കങ്ങളുമായി സിദ്ദിഖ് മുമ്പോട്ട് പോകുന്നത്? എന്താണ് സിദ്ദിഖുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്? അജിംഷാദ്, അതെ, സിദ്ദിഖിനെ സംബന്ധിച്ച് ഇനി അറസ്റ്റ് പേടിക്കേണ്ടതില്ല. കാരണം സുപ്രീം കോടതിയിൽ നിന്നൊരു താൽക്കാലിക ആശ്വാസം സിദ്ദിഖിന് ലഭിച്ചിട്ടുണ്ട്. രണ്ടാഴ്ചത്തേക്ക് സിദ്ദിഖിൻ്റെ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത നടപടി എന്ന് പറയുന്നത്, ഇനി അന്വേഷണ സംഘമാണ് സിദ്ദിഖിനെ ചോദ്യം ചെയ്യുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. അന്വേഷണ സംഘം സിദ്ദിഖിനുടൻ നോട്ടീസ് അയക്കും, ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ച് നോട്ടീസ് അയക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ നോട്ടീസ് ലഭിച്ചാലുടൻ സിദ്ദിഖ് ചോദ്യം ചെയ്യലിന് ഹാജരാകുകയും ചെയ്യും. അതിന് താൻ സന്നദ്ധനാണെന്ന് സിദ്ദിഖ് ഇന്നലെ അഭിഭാഷകർ വഴി അറിയിച്ചതുമാണ്. ഈ സാഹചര്യത്തിൽ അറസ്റ്റ് ഭയക്കേണ്ടതില്ലാത്തതിനാൽ സിദ്ദിഖ് ഉടൻ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകും. അത് കൊച്ചിയിലോ തിരുവനന്തപുരത്തോ എന്നുള്ള സംശയമുണ്ടായിരുന്നു. ഈ കേസ് അന്വേഷിക്കുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ്. പിന്നീട് SITക്ക് കൈമാറി. സ്വാഭാവികമായും തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് നടന്ന കേസായതുകൊണ്ട് തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യൽ തിരുവനന്തപുരത്ത് തന്നെയായിരിക്കും നടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇനി ഏതെങ്കിലും കാരണത്താൽ അവർക്ക് അസൗകര്യമുണ്ടെങ്കിൽ സിദ്ദിഖിനോട് കൊച്ചിയിൽ ഹാജരാകാൻ നിർദ്ദേശിക്കുകയും ചെയ്യും. അത് അന്വേഷണ സംഘമാണ് തീരുമാനിക്കേണ്ടത്. ഏതായാലും ഇനി ചോദ്യം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. സിദ്ദിഖിനെ സംബന്ധിച്ച് ഏത് സമയത്തും നോട്ടീസ് ലഭിച്ചാൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സന്നദ്ധനാണെന്ന് സിദ്ദിഖ് അറിയിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ ഇന്നാകാം, അല്ലെങ്കിൽ അടുത്ത ദിവസമാകാം. ഇനി 2 ദിവസം കഴിഞ്ഞ് നോട്ടീസ് ലഭിച്ചില്ലെങ്കിൽ സ്വമേധയാ ഹാജരാകാൻ സിദ്ദിഖ് സന്നദ്ധനാണ് എന്നും അഭിഭാഷകർ വഴി നമുക്ക് വിവരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സിദ്ദിഖ് ഈ കഴിഞ്ഞ ഒരാഴ്ച കാലമായി ഒളിവിലാണ്. അറസ്റ്റ് ഭയന്നുകൊണ്ട് തന്നെയാണ് സിദ്ദിഖ് ഒളിവിൽ കഴിഞ്ഞത്. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത് കഴിഞ്ഞ് 23-നായിരുന്നു. ആ തള്ളിയത് മുതൽ ഇന്നലെ വരെ സിദ്ദിഖ് കാണാമറയത്താണ്. ഇപ്പോഴും ഒരിടത്തും സിദ്ദിഖിനെ കണ്ടെത്തിയിട്ടുമില്ല. ഒരുപക്ഷേ ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നോട്ടീസ് കാത്തിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അറസ്റ്റ് തടഞ്ഞ സാഹചര്യത്തിൽ ഇനി നോട്ടീസ് കൈപ്പറ്റി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ തന്നെയാണ് സിദ്ദിഖിൻ്റെ നീക്കം എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും സിദ്ദിഖ് കീഴടങ്ങാൻ, അല്ലെങ്കിൽ ഒളിവിൽ നിന്ന് പുറത്തെത്താൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാനുള്ള നീക്കങ്ങളാണ് എടുക്കുന്നത്. അതായത് സുപ്രീം കോടതി 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് ഉണ്ടാകരുത് എന്ന ഒരു അറസ്റ്റിനുള്ള ഒരു താൽക്കാലിക തടയൽ ഉണ്ട് 2 ആഴ്ചത്തേക്ക്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാനും ഒക്കെയാണ് തീരുമാനം എന്നാണ് സിദ്ദിഖുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുന്നത്.